അമ്മേ, ആ നീ മാറ്റിയോ? അതെ. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും മറന്നില്ലല്ലോ? ഇല്ല അമ്മേ, ഞങ്ങൾ കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ. ആ പിന്നെ പറച്ചില് കേട്ടതൊന്നും നീ വലിയ കുട്ടിയായിനെ. അവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനേനി. നീ അമ്മയുടെ ഒരു കാര്യം, ഞാൻ ഒറ്റക്കൊന്നല്ലല്ലോ. എന്റെ ഏജിലുള്ളത് ദേവും നന്ദൊക്കെ ഉസ്മാൻ ഉണ്ട്. ആ പിന്നെ പാറൂസിനെയും പാത്തോനെയൊക്കെ ശ്രദ്ധിച്ചോണ്ടി. അവര് നിങ്ങളെ പോലല്ല, ചെറിയ മക്കളാ. അവരെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. എന്നാ ഞാൻ ഇറങ്ങുവാ. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ ദേവന്റെ വീട്ടിൽ പോയപ്പോട്ടെ എല്ലാരും അവിടെ എത്തിക്കാണും. ശരി, സൂക്ഷിച്ചു പോണേ. അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞതാ നല്ലോണം ശ്രദ്ധിക്കണമെന്ന്. ശരി അമ്മേ, ബൈ. മതി അമ്മേ. എന്തോട്ട് മതിയെന്നേ? എന്റെ മുടി വേദനിക്കുന്നുണ്ട്. ഇപ്പൊ കഴിയും. റെഡ് ക്ലിപ്പൊക്കെ ഇടേ. അതൊന്നും വേണ്ടമ്മേ, ഇത് തന്നെ ധാരാളം. വെറുതെ വാ പോവാ. അയ്യോ, ഇതേതാ ചേച്ചി ഡ്രസ്? ഇത് എന്റെ ബർത്ത്ഡേക്ക് മാമ വാങ്ങി തന്ന ഗിഫ്റ്റ്. ഞാനിതുവരെ ഇട്ടിട്ടില്ലല്ലേ. ആ ചേച്ചിക്ക് നല്ല ഡ്രസ് ഇട്ട് എന്റെ മാത്രം കൊളായി. നിന്റെ ഡ്രസ്സിന് ഇപ്പൊ എന്താ കുഴപ്പം? എനിക്ക് സ്കേർട്ടും ടോപ്പും മതി. ഓ പോവാനായോടത്ത്. എന്നാ നിനക്ക് ആദ്യം തന്നെ അത് ഇട്ടൂടായിരുന്നോ? ഞാൻ പോവാ. അമ്മേ, എന്താ? എനിക്ക് സ്കേർട്ടും ടോപ്പും മതി. അതിന് നീ എന്തിനു കരയുന്നേ? ചേച്ചി പോവാണോ എന്നെ കൂട്ടാതെ? നിന്റെ കരച്ചിലൊന്നും നിർത്ത്, എന്നിട്ട് വേഗം മാറ്റി വാ. ഇപ്പോരാ ദേവു, അവളെ നല്ലോണം നോക്കിക്കോളേ. ശരി അമ്മേ. അച്ഛൻ ഇന്നലെ തന്നെ അവളെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ നിങ്ങളൊക്കെ പോകുമ്പോ അവള് മാത്രമായിട്ട് ഇവിടെ നിന്നിട്ടെന്താ? നല്ലോണം നോക്കണം കേട്ടോ പിള്ളേരൊക്കെ. അല്ല, നന്ദു എന്തേ? അവനെ ഉസ്മാന്റെ വീട്ടിൽ പോയി ഡ്രസ് മാറ്റി. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് വരുമോ? ഇല്ലമ്മേ, എല്ലാരും ബസ് സ്റ്റോപ്പിൽ എത്താന്നാ പറഞ്ഞേ. ശരി. ദേവു, തുമ്പി നീ എത്തിയോ? അല്ല, പാറൂസ് എന്തേ? അവളെ കഥയൊന്നും പറയണ്ട. എന്തേടി? അവളെ എന്റെ ഡ്രസ് കണ്ടപ്പോ അവളെ ഡ്രസ് പോരാന്ന് പറഞ്ഞ് പിന്നെയും മാറ്റാൻ പോയിട്ടുണ്ട്. അല്ല, അവള് പറഞ്ഞ പോലെ ഈ ഡ്രസ് കൊള്ളാലോ. ഇതുവരെ നീ ഇട്ടിട്ടില്ലല്ലോ? ഇല്ലടി, ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മാമൻ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. എന്റെ സൈസ് അല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എടുത്തു വെച്ച്. ഇപ്പൊ കറക്റ്റ് ഫിറ്റിംഗ് ആയി. നല്ല ഭംഗിയുണ്ട് കാണാന്. എന്താ വരാത്തെ? പാറു, ഞങ്ങൾ പോവാണേ. നീ വരികയാണെങ്കിൽ വന്നോ. ഞാനടി പോവാ. അല്ല, സ്കേർട്ടും ടോപ്പുന്ന് പറഞ്ഞിട്ട് എന്തേ? എനിക്കൊന്നും വയ്യ ഈ ചൂടത്ത് അകത്തിടാ. ഇന്ന് നമുക്ക് ഇറങ്ങാം. അവരൊക്കെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാണോ?